ഹലോ ഒരുവൺ എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ലോക്കൽ കറൻസി ഗവൺമെൻറ് ബോണ്ട്, ഭാരത് റൈസ്, ന്യൂ റംസാർ സൈറ്റ്സ്, ഘർ പോർട്ടൽ, ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് ഇൻ ഇന്ത്യ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ബലൂചിസ്ഥാൻ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക്കൽ കറൻസി ഗവൺമെൻറ് ബോണ്ടിനെ കുറിച്ചാണ്. ലോക്കൽ കറൻസി ഗവൺമെൻറ് ബോണ്ടുകളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ലോക്കൽ കറൻസി ഗവൺമെൻറ് ബോണ്ടുകളെ യു എസിലെ പ്രധാനപ്പെട്ട ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള JP Morgan അവരുടെ പ്രധാനപ്പെട്ട ഒരു ബോണ്ട് ഇൻഡെക്സ് ആയിട്ടുള്ള ഗവൺമെൻറ് ബോണ്ട് ഇൻഡെക്സ് എമേർജിങ് മാർക്കറ്റ് എന്ന് പറയുന്ന ഗ്ലോബൽ ഇൻഡെക്സ് യൂട്ടിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റിനകത്തുള്ള കസ്റ്റമേഴ്സിന് ഇന്ത്യയിലെ ലോക്കൽ കറൻസി ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ബോണ്ട് മാർക്കറ്റിന് കുറച്ചും കൂടി ഒരു എക്സ്പോഷർ കൊടുക്കുന്ന ഒരു നീക്കമാണിത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പോസിങ് ഇന്ത്യസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ടു ദി വൾച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ദ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ ഇന്ന് ഹിന്ദു പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ലോക്കൽ കറൻസി ഗവൺമെൻറ് ബോണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഗവൺമെൻറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് ഇത് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഗവൺമെൻറ് ബോണ്ടുകൾ എന്ന് മനസ്സിലാക്കുക. ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഇതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ എന്താണ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്? ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് പണം ആവശ്യമുള്ള സമയത്ത് ഗവൺമെൻറ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യും. ആ ബോണ്ടിനകത്ത് പറയുന്നത് ഇത്ര കാലത്തിനകത്ത് ഈ പണവും ഇതിന് ഇത്ര പെർസെൻറ്റേജ് പലിശയും ചേർത്ത് തിരിച്ചു തരാം എന്നുള്ളൊരു ഉറപ്പിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു പേപ്പറെന്നോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റോ എന്നോ പറയാൻ പറ്റുന്ന ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റാണ് ഈ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ സോവറിൻ ബോണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ തിരിച്ചു തരും എന്നുള്ളതിന് ഗവൺമെൻറ് കൊടുക്കുന്ന ഗ്യാരണ്ടിനെ സോവറിൻ ഗ്യാരണ്ടി എന്ന് പറയാം. കാരണം ഏതൊരു രാജ്യവും ഒരു സോവറിൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ സോവറിനിറ്റിയാണ് അവിടുത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇത് കൊടുക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള പരമാധികാരം ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇതിനെ സോവറിൻ ഗ്യാരണ്ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോണ്ടുകളെ സോവറിൻ ഗവൺമെൻറ് ബോണ്ട്സ് അല്ലെങ്കിൽ സോവറിൻ ബോണ്ടുകളെന്ന് വിളിക്കും. അപ്പോൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിനൊരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഗവൺമെൻറ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റിനെ നമ്മൾ ഇന്ത്യയിൽ ചുരുക്കി പറയാറുള്ളത് GSEC അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്നുള്ളത് ചുരുക്കി GSEC എന്നാണ് പറയാറുള്ളത്. ബേസിക്കലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദി ഗവൺമെൻറ്റ്സ് ടു റൈസ് ഫണ്ട് ഫോർ എ ഡിഫൈൻഡ് പീരിയഡ് അറ്റ് വേരിയബിൾ ഓർ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ചില സമയത്ത് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും, ചില സമയത്ത് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഇനി ഈ ഗവൺമെൻറ് ബോണ്ടുകളെ നമ്മൾ ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റി എന്നുകൂടി വിളിക്കാറുണ്ട്. ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫോൾട്ട് വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഏറ്റവും സെക്യൂർഡ് ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകളിലൊന്നാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്ത പണവും അതിൻ്റെ പലിശയും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് അതിനകത്ത് നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത ഏകദേശം തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് അതിനെ ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഈ ഗവൺമെൻറ് ബോണ്ട് ഇൻഡെക്സ് എമേർജിങ് മാർക്കറ്റ്സ് എന്ന് പറയുന്ന JP Morgan ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റെഗുലർലി ട്രേഡഡ് ആയിട്ടുള്ള ഫിക്സ്ഡ് റേറ്റ് ഡൊമസ്റ്റിക് കറൻസി ഗവൺമെൻറ് ബോണ്ടുകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് റെഗുലർലി ട്രേഡഡ്? അതായത് സ്ഥിരമായിട്ട് കച്ചവടം നടക്കുന്ന, അതായത് വിൽപ്പനയും വാങ്ങലും നടക്കുന്ന ഫിക്സ്ഡ് റേറ്റുള്ള. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫിക്സ്ഡ് റേറ്റോ വേരിയബിൾ റേറ്റോ ആയിരിക്കും. പക്ഷേ ഇവരുടെ ഈ GBI EM ഇൻഡെക്സിനകത്ത് ഉണ്ടാകുന്നത് ഫിക്സ്ഡ് റേറ്റുള്ള ഗവൺമെൻറ് ബോണ്ട്സ് മാത്രമാണ് ട്രേഡഡ് ഇൻ ഡൊമസ്റ്റിക് കറൻസി. അതായത് അതത് രാജ്യങ്ങളുടെ ആഭ്യന്തര കറൻസിയിൽ ട്രേഡിങ് നടക്കുന്ന ബോണ്ടുകൾ. ഇപ്പോൾ ഇന്ത്യൻ ബോണ്ടുകളാണെങ്കിൽ ഇന്ത്യൻ റുപ്പിയിലുള്ള ബോണ്ടുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് ബോണ്ടുകളാണ് ഈ GBI EMനകത്ത് ഉൾപ്പെടുത്താറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിന് റെഡിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ബോണ്ടുകളാണ് എമേർജിങ് മാർക്കറ്റുകൾ അല്ലെങ്കിൽ എമേർജിങ് എക്കണോമീസിലെ ഗവൺമെൻറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന അവരുടെ ഡൊമസ്റ്റിക് കറൻസിയിലുള്ള ഫിക്സ്ഡ് റേറ്റിലുള്ള റെഗുലർലി ട്രേഡഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ബോണ്ടുകളാണ് ഈ GBI EM എന്ന് പറയുന്ന ഇൻഡെക്സിനകത്ത് JP Morgan ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ ഈ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ കൺട്രോൾ ഉള്ള ലോക്കൽ രാജ്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ബോണ്ടുകളെ ഇതിൽ നിന്ന് ഇവരെ എക്സ്ക്ലൂഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതാണ് GBI EM എന്ന് പറയുന്നതും ഗവൺമെൻറ് ലോക്കൽ ബോണ്ട് അല്ലെങ്കിൽ ലോക്കൽ കറൻസിയിലുള്ള ഗവൺമെൻറ് ബോണ്ടുകൾ എന്ന് പറയുന്നതും. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഭാരത് റൈസ് ആണ്. ഭാരത് റൈസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്ത്യയിലെ റൈസിൻ്റെയും അതുപോലെ തന്നെ വീറ്റിൻ്റെയും, അതായത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റേപ്പിൾ ഫുഡ്സ് ആയിട്ടുള്ള ഈ റൈസിൻ്റെയും വീറ്റിൻ്റെയും പ്രൈസ്
വലിയ രീതിയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിൻ്റെ ഇടയ്ക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 14.5% ഒക്കെയാണ് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസിനകത്തുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത്. ഹോൾസെയിൽ പ്രൈസിലാണെങ്കിൽ 15.5% ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ റൈസിൻ്റെയും വീറ്റിൻ്റെയും പ്രൈസിനകത്ത് ഇത്രയധികം വലിയൊരു രീതിയിൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇത്രയും വലിയൊരു ഇൻഫ്ലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വില വർധന സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പോലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഫ്ലേഷൻ ഇൻഡിക്കേറ്റേഴ്സിനെ ബാധിക്കും. നമ്മുടെ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ ഫുഡ് ഇൻഫ്ലേഷനൊക്കെ കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നടത്തുന്ന കുറേ മാർക്കറ്റ് ഇൻ്റർവെൻഷൻസ് ഉണ്ട്. അതിലൊന്നാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് റൈസിൻ്റെയും വീറ്റിൻ്റെയും ഒനിയൻ്റെയും എക്സ്പോർട്ട് ഗവൺമെൻറ് നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അത് കാരണം സ്കേഴ്സിറ്റി വരാതിരിക്കാനാണ്, ഈ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ഗവൺമെൻറ് ഈ മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഭാരത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ഭാരത് എന്ന് പറയുന്ന ബ്രാൻഡിങ്ങിൽ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സ്കേഴ്സിറ്റി അനുഭവിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ മാർക്കറ്റിൽ കുറച്ചും കൂടി കുറഞ്ഞ റേറ്റിന്, ഒരു ഫിക്സ്ഡ് റേറ്റിന് സെല്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഗവൺമെൻറ് നടത്തുന്ന ഒരു ഡയറക്റ്റ് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാരത് റൈസ് എന്ന് പറയുന്ന ഒരു, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഭാരത് എന്ന് പറയുന്ന ഗവൺമെൻറ് ബ്രാൻഡിങ്ങിൽ ഒരു റൈസ് ഗവൺമെൻറ് മാർക്കറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ റൈസിനകത്ത് നിലവിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് 2 കോപ്പറേറ്റീവ് സൊസൈറ്റീസിലൂടെ ആണ് ഗവൺമെൻറ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ഒന്ന് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതുപോലെ തന്നെ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാക്ക്ഡ് ആയിട്ടുള്ള റീറ്റെയിൽ ചെയിൻ ആയിട്ടുള്ള കേന്ദ്രീയ ബന്ദർ എന്ന് പറയുന്ന ഒരു ബോഡിയിലൂടെയും കൂടിയാണ് ഇതിപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലൂടെ ഗവൺമെൻറ് ഇത്തരത്തിൽ 5 കിലോഗ്രാമിൻ്റെയും 10 കിലോഗ്രാമിൻ്റെ ഒക്കെ ഈ റൈസ് പാക്കറ്റുകൾ ഭാരത് റൈസ് എന്നുള്ള പേരിൽ ഒരു ഗവൺമെൻറ് ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഒരു ഫിക്സ്ഡ് റേറ്റിന് വിറ്റ് കഴിഞ്ഞാൽ ഇത് വില കുറയാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ വിലവർദ്ധനയെ പിടിച്ചു നിർത്താൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ഇത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആയിരിക്കും എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫുഡ് ഇൻഫ്ലേഷനെ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റൈസിൻ്റെയും വീറ്റിൻ്റെയും ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പുതിയ റംസാർ സൈറ്റുകളെ കുറിച്ചാണ്. നമ്മൾ 2024 ഈ ഇൻ്റർനാഷണൽ വെറ്റ്ലാൻഡ് ഡേയുടെ സമയത്ത് ഒരു 5 പുതിയ റംസാർ സൈറ്റുകൾ ഇന്ത്യയിൽ പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഈ പറയുന്ന പുതിയ 5 റംസാർ സൈറ്റുകളും കൂടി അല്ലെങ്കിൽ പുതിയ 5 വെറ്റ്ലാൻഡുകളും കൂടി റംസാർ സൈറ്റുകളായിട്ട് ഡിക്ലെയർ ചെയ്തതോടുകൂടി ഇന്ത്യയിലെ ടോട്ടൽ റംസാർ സൈറ്റുകളുടെ എണ്ണം ഇപ്പോൾ 80 ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ പുതിയ 5 റംസാർ സൈറ്റുകളെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന് അംഗസമുദ്ര ബേർഡ് കൺസർവേഷൻ റിസർവ്, കർണാടകയിലുള്ള അംഗസമുദ്ര ബേർഡ് കൺസർവേഷൻ റിസർവ്. അതുപോലെ തന്നെ കർണാടകയിൽ തന്നെയുള്ള അഗനാശിനി എസ്റ്റുറി, അതുപോലെ തന്നെ കർണാടകയിൽ തന്നെയുള്ള മഗധി കേറെ കൺസർവേഷൻ റിസർവ്, അതുപോലെ തമിഴ്നാട്ടിലുള്ള കരൈവെട്ടി ബേർഡ് സാങ്ച്വറി, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ തന്നെയുള്ള ലോങ്വുഡ് ഷോല റിസർവ് എന്നീ 5 സ്ഥലങ്ങളാണ്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് 2 എണ്ണവും കർണാടകയിൽ നിന്ന് 3 വെറ്റ്ലാൻഡുകളുമാണ് പുതിയ റംസാർ സൈറ്റുകളായിട്ട് ഇന്ത്യ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതോടുകൂടി ഇന്ത്യയിലെ ടോട്ടൽ റംസാർ സൈറ്റുകളുടെ എണ്ണം 80 ഉയർന്നിട്ടുണ്ട്. ഇനി എന്താണ് ഈ റംസാർ സൈറ്റുകൾ എന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള, അതായത് അന്താരാഷ്ട്ര തലത്തിൽ പ്രാധാന്യമുള്ള വെറ്റ്ലാൻഡുകളെയാണ് റംസാർ സൈറ്റുകളായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനെ ഇത്തരത്തിലൊരു വെറ്റ്ലാൻഡിനെ റംസാർ സൈറ്റായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് 1971 ഇറാനിലെ റംസാറിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ഉണ്ട്. അതിനെ കോമൺലി വിളിക്കുന്നത് റംസാർ കൺവെൻഷൻ എന്നുള്ള പേരിലാണ്. സോ ഈ റംസാർ കൺവെൻഷനിലെ അംഗരാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിലുള്ള സൈറ്റുകൾ റംസാർ സൈറ്റുകളായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റിന് ഒരു ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് യുനെസ്കോയുടെ അണ്ടറിലാണ് ഈ റംസാർ സൈറ്റുകൾ വരുന്നത്. സോ ഇന്ത്യയിലെ ഏറ്റവും അധികം റംസാർ സൈറ്റുകൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ 16 റംസാർ സൈറ്റുകളുണ്ട്. ഉത്തർപ്രദേശിലാണ് രണ്ടാമത്തത്. ഉത്തർപ്രദേശിൽ 10 റംസാർ സൈറ്റുകളുമാണ് ഉള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഘർ പോർട്ടലാണ്. സോ ഘർ പോർട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ട്. 2005 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്നൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2007 നിലവിൽ വന്നിട്ടുള്ളൊരു ബോഡിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയും. ആ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഡെവലപ്പ് ചെയ്ത് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പോർട്ടലാണ് ഘർ എന്ന് പറയുന്ന പോർട്ടൽ.
അപ്പോൾ ഈ ഗർ ഗോ ഹോം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അതിനെ വിളിക്കാറുള്ളത് പോർട്ടൽ ഫോർ റിസ്റ്റോറേഷൻ ആൻഡ് റീപാട്രിയേഷൻ ഓഫ് ചൈൽഡ് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളായിട്ടുള്ള കുറ്റവാളികളെ താമസിപ്പിക്കുന്ന ജുവനൈൽ ജസ്റ്റിസ് ഹോമുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള കുട്ടികളെ റീപാട്രിയേറ്റ് ചെയ്യുക, അതായത് അവരുടെ വീടുകളിലേക്ക് തിരിച്ചയക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ തിരിച്ച് മെയിൻ സ്ട്രീമിലേക്കൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ റീപാട്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ റീപാട്രിയേറ്റ് ചെയ്യുന്ന ആളുകളെ മോണിറ്റർ ചെയ്യാനും അല്ലെങ്കിൽ ഈ റീപാട്രിയേഷനെയും റീസ്റ്റോറേഷനെയും മോണിറ്റർ ചെയ്യാനും ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു പോർട്ടലാണ് ഈ ഗർ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള റീപാട്രിയേഷനും റീസ്റ്റോറേഷനൊക്കെ വർക്ക് ചെയ്യുന്നത് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് എന്ന് പറയുന്ന 2015 ഒരു നിയമവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ് റൂൾസും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റീപാട്രിയേഷനും റീസ്റ്റോറേഷനും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗർ പോർട്ടൽ ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഗർ പോർട്ടലിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിട്ട് നമുക്ക് ഈ NCPCRൻ്റെ സൈറ്റിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്, ഒന്ന് ഡിജിറ്റൽ ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ചിൽഡ്രൻ ഹു ആർ ഇൻ ദി ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം ആൻഡ് ഹാവ് ടു ബി റീപാട്രിയേറ്റഡ് ടു അനദർ കൺട്രി, സ്റ്റേറ്റ് ഓർ ഡിസ്ട്രിക്റ്റ് ആണ്. അതായത് നിലവിൽ ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള, അപ്പോൾ ഈ ജുവനൈൽ ഡിറ്റൻഷൻ സെൻറ്റേഴ്സ്, ജുവനൈൽ ഹോമുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന കുട്ടികളെ അവരുടെ സ്വന്തം വീടുകളിലേക്ക്, അതായത് മറ്റൊരു രാജ്യത്തോ മറ്റൊരു സംസ്ഥാനത്തിലോ മറ്റൊരു ജില്ലയിലോ ഒക്കെ ഉള്ള കുട്ടികളെ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് അവരെ ട്രാക്ക് ചെയ്യുക, മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പർപ്പസ്. അവരുടെ ഡിജിറ്റൽ ട്രാക്കിങ്ങും മോണിറ്ററിങ്ങും ആണ്. മറ്റത് രണ്ടാമതായിട്ട് പറയുന്നത് ഡിജിറ്റൽ ട്രാൻസ്ഫർ ഓഫ് കേസസ് ഓഫ് ചിൽഡ്രൻ ടു ദി കൺസേൺഡ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഓർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഫോർ PD റീപാട്രിയേഷൻ ഓഫ് ചിൽഡ്രൻ. ഇത്തരത്തിൽ കുട്ടികളെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വേഗതയിൽ റീപാട്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കോ ഒക്കെ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് ഡിജിറ്റലി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് രണ്ടാമത്തെ ഫീച്ചർ. മൂന്നാമത്തത്, ഇത്തരത്തിൽ ഒരു ട്രാൻസ്ലേറ്ററോ ഇൻ്റർപ്രറ്ററോ എക്സ്പേർട്ടോ ഇത്തരത്തിലുള്ള ഒരു കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആവശ്യമുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ഡിസ്ട്രിക്റ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ്, അവർക്കൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്രോപ്പറായിട്ടുള്ള റിസ്റ്റോറേഷനും റീഹാബിലിറ്റേഷനും ഒക്കെ ഡിജിറ്റലി മോണിറ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്തുകൊണ്ട് ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഫോമാറ്റ് ഇത്തരത്തിലുള്ള റീപാട്രിയേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ കാര്യത്തിൽ, അതായത് അവർ കൃത്യമായിട്ടുള്ള കോമ്പൻസേഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, മറ്റുള്ള മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഫോമാറ്റ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റഡ് സ്കീംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുട്ടികളുടെ ഈ റെസ്റ്റോറേഷൻ നടക്കുന്ന സമയത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസിനെ ഇങ്ങനെയുള്ള സ്കീമുകളുമായിട്ട് അവരുടെ ഫാമിലിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഈ കുട്ടികൾ ആ ഫാമിലി തന്നെ തുടരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്കീമുകളുമായിട്ട് കുട്ടികളെ ലിങ്ക് ചെയ്യാനൊക്കെ സഹായിക്കും എന്നുള്ളതൊക്കെയാണ് ഈ പോർട്ടലിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇതൊരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ദ ഹിന്ദുവിൻ്റെ ഇന്നത്തെ ഒരു എഡിറ്റോറിയൽ അവർ പബ്ലിഷ് ചെയ്തേക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. പോപ്പുലേഷൻ പ്രയോറിറ്റീസ്, നോ സർവേ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ സെൻസസ് യെറ്റ് ടു ബി കണ്ടക്റ്റഡ് ഫോർ ദിസ് ഡെക്കേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എഡിറ്റോറിയൽ അവർ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ്റെ കോമ്പോസിഷനകത്ത് വരുന്ന ചേഞ്ചസിനെയാണ്, ഓവർ ദ പീരീഡ് ഓഫ് ടൈം വരുന്ന ചേഞ്ചസിനെയാണ് ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രായം കൂടിയ ആളുകളുടെ എണ്ണം കൂടുക അല്ലെങ്കിൽ അത് കുറയുക, യുവാക്കളുടെ എണ്ണം കൂടുകയോ കുറയുകയൊക്കെ ചെയ്യുക, കുട്ടികളുടെ എണ്ണം കൂടുകയോ കുറയുകയൊക്കെ ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു ഡെമോഗ്രാഫിക്കകത്ത് വരുന്ന അതിൻ്റെ കോമ്പോസിഷനകത്ത് വരുന്ന ചേഞ്ചസിനെയാണ് ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇത് പല കാരണങ്ങളാവാം. മൈഗ്രേഷൻ കൊണ്ടാവാം, ബർത്തിനും ഡെത്ത് റേറ്റിനകത്തും വരുന്ന മാറ്റങ്ങൾ കൊണ്ടാവാം, സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻസിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടൊക്കെ ഈ ഡെമോഗ്രാഫിക് ചേഞ്ചസ് സംഭവിക്കാം. ഇനി ഇതിനകത്ത് ഈ ഡെമോഗ്രാഫിക് ചേഞ്ചസിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി റേറ്റിൽ വരുന്ന ഡിക്ലൈനാണ്. ഇപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്ന ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പോപ്പുലേഷൻ അതിൻ്റെ ഒരു പീക്കിൽ എത്തിയിട്ടുള്ള അവസ്ഥയിലായിട്ടുണ്ട്. ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളിലും അല്ലെങ്കിൽ കുറേ സ്റ്റേറ്റുകളിലെങ്കിലും എസ്പെഷ്യലി സദേൺ സ്റ്റേറ്റുകളിലൊക്കെ ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ബിലോ റീപ്ലേസ്മെൻറ്റ് ലെവൽ ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇപ്പോൾ പോപ്പുലേഷൻ ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പോപ്പുലേഷൻ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ, ഒരു രാജ്യത്തിലെ ജനസംഖ്യയിലെ മെജോറിറ്റി ആൾക്കാരും വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഉള്ളൊരു കാലഘട്ടത്തിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഡിവിഡൻഡ് എന്ന് പറയുക. ആ സമയത്താണ് രാജ്യങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക.
പക്ഷേ ഈ പോപ്പുലേഷൻ ഡിവിഡൻ്റൊക്കെ കിട്ടുന്ന ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇനി നമ്മൾ പതുക്കെ എന്ത് ചെയ്യും, ഈ രാജ്യത്തിലെ ഡെത്ത് റേറ്റ് കുറയുകയും ഡെത്ത് റേറ്റ് വലിയ രീതിയിൽ കുറയുകയും അതിൻ്റെ കൂടെ ഡെത്ത് റേറ്റും വലിയ രീതിയിൽ കുറയുന്നൊരു സാഹചര്യം വരും. ഡെത്ത് റേറ്റും ബർത്ത് റേറ്റും ഒരേ സമയം കുറയും. അപ്പോൾ അതിനകത്ത് ഈ ഡിക്ലൈൻ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് സംഭവിക്കുന്ന ഒരു സംഭവം. ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർ വുമണിന് ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറയും. അപ്പോൾ ഇത് റീപ്ലേസ്മെൻറ്റ് ലെവലിലും താഴെ വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നു. ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ആയുർദൈർഘ്യം കൂടും, അതായത് ആളുകൾ കൂടുതൽ കാലം ജീവിക്കും. സ്വാഭാവികമായിട്ടും ഇത് ഗ്രാജുവലി ബർത്ത് റേറ്റ് കുറയുകയും അതിൻ്റെ കൂടെ ആൾക്കാരുടെ ആയുർദൈർഘ്യം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഡെത്ത് റേറ്റ് കുറയാൻ കാരണമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, നമ്മുടെ പോപ്പുലേഷൻ ഗ്രാജുവലി ഒരു ഓൾഡർ പോപ്പുലേഷനായിട്ട് മാറാൻ തുടങ്ങും. അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള പോപ്പുലേഷനകത്തുള്ള ആവറേജ് ഏജ് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങും. ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥയിൽ ഇന്ത്യയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 27-28 ആ ഒരു റേഞ്ചിലാണുള്ളത്. ഇപ്പോൾ ചൈനയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 36-37 ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കാനഡ, US പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എബവ് 40 ആണ്. ഈ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ആവറേജ് ഏജ് കൂടും. അതുപോലെ തന്നെ അർബനൈസേഷനും പോപ്പുലേഷൻ ചേഞ്ചിൻ്റെ ഒരു കാരണമാണ്. കാരണം റാപ്പിഡായിട്ടുള്ള അർബനൈസേഷൻ നടക്കുന്ന സമയത്ത് ഒരു റൂറൽ അർബൻ മൈഗ്രേഷൻ നടക്കും. റൂറൽ ഏരിയാസിൽ നിന്ന് അർബൻ ഏരിയാസിലേക്ക് ആളുകൾ ജോലി തേടിയും അതുപോലെ തന്നെ ബെറ്റർ ലിവിങ് കണ്ടീഷൻസിന് വേണ്ടിയിട്ടൊക്കെ അർബൻ ഏരിയാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ അർബൻ ഏരിയാസിലേക്ക് ആദ്യം ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് കൂടുതലും യുവാക്കളായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അർബൻ ഏരിയാസിലെ പോപ്പുലേഷൻ വലിയ രീതിയിൽ കൂടും. അതിനകത്ത് മെയിൻലി യുവാക്കളായിരിക്കും ഉണ്ടാവുക. പക്ഷേ റൂറൽ ഏരിയാസിൽ അറ്റ് ദ സെയിം ടൈം ഒരു പോപ്പുലേഷൻ ഡിക്ലൈൻ സംഭവിക്കും. അത് റൂറൽ ഏരിയാസിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ജനന നിരക്ക് കുറയുന്നതുകൊണ്ടല്ല, അവിടുന്ന് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ റൂറൽ ഏരിയാസിലെ പോപ്പുലേഷനകത്ത് കൂടുതലും അതായത് വളരെ കുട്ടികളായിട്ടുള്ള ആൾക്കാരും വളരെ മുതിർന്ന ആൾക്കാരായിട്ട് മാറുന്ന ഒരു സാഹചര്യം പതുക്കെ വരും. അപ്പോൾ ഇതും ഒരു ഷിഫ്റ്റിനുള്ളൊരു കാരണമാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ്, അതായത് എസ്പെഷ്യലി ആളുകൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൂടുന്തോറും സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു കപ്പിളിന് അല്ലെങ്കിൽ ഒരു ദമ്പതികൾക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം കുറയാൻ തുടങ്ങും. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒന്നാണ്. എഡ്യൂക്കേഷൻ കൂടുന്തോറും കുട്ടികളുടെ എണ്ണം കുറയുക എന്നുള്ളത്. അപ്പോൾ ഇതും ഈ പോപ്പുലേഷൻ കോമ്പോസിഷനകത്ത് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കാര്യമാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഡിപ്പെൻഡൻസി റേഷ്യോ കൂടും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, അതായത് ഒരു സമൂഹത്തിൽ എക്കണോമിക്കലി എഡ്യൂക്കേഷനിലും ഒക്കെ ഡെവലപ്പ് ആകുന്ന സമയത്ത് അവിടുത്തെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടും. അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്ന സമയത്ത് ആളുകൾ കുറേ പ്രായമായിട്ടേ മരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഈ പറയുന്ന ആൾക്കാർക്കുടെ ജീവിത ദൈർഘ്യം അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ആയുർദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സൊസൈറ്റിക്കകത്തുള്ള ഓൾഡർ പോപ്പുലേഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഗ്രാജുവലി കൂടാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും ഈ ഓൾഡർ പോപ്പുലേഷൻ നമ്മൾ വിളിക്കുക ഡിപ്പെൻഡൻസ് എന്നാണ്. വളരെ യങ്ങർ ആയിട്ടുള്ള ആൾക്കാരും ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരും ഡിപ്പെൻഡൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഡിപ്പെൻഡൻസി റേഷ്യോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് കൂടാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പ്രായം ചെന്ന ആൾക്കാരുടെ എണ്ണം ഒരു പോപ്പുലേഷനിൽ കൂടുമ്പോൾ അതൊരു ഹെൽത്ത് കെയർ ബേർഡൻ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇവർക്ക് കൂടുതൽ ഹെൽത്ത് കെയർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഹെൽത്ത് കെയർ ബേർഡൻ കൂടും. ഇങ്ങനെയുള്ള ആളുകൾക്ക് സോഷ്യൽ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ വെൽഫെയറും പെൻഷനും ഒക്കെ കൊടുക്കേണ്ടി വരും, അതും കൂടും. ലേബർ ഫോഴ്സിനകത്ത് ലേബർ ഡൈനാമിക്സിനകത്ത് മാറ്റം വരും. അതായത് ആവശ്യത്തിന് ജോലിക്ക് ആൾക്കാരെ കിട്ടാത്ത സാഹചര്യം വരും. ഇപ്പോൾ നമുക്ക് യൂറോപ്പിലും കാനഡയിലൊക്കെ സംഭവിക്കുന്ന സെയിം സംഭവം തന്നെ. ഇനി ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് ബലൂചിസ്ഥാനാണ്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്, ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളായിട്ട് പരന്നു കിടക്കുന്ന വലിയൊരു പ്രദേശമാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പാകിസ്ഥാനിലെ പ്രൊവിൻസ് ആയിട്ടുള്ള ബലൂചിസ്ഥാനെ കുറിച്ചാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രൊവിൻസ് പാകിസ്ഥാൻ്റെ സൗത്ത് വെസ്റ്റേൺ റീജിയനിലായിട്ട് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റേൺ സൈഡിലായിട്ടാണ് കിടക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രൊവിൻസാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ ടോട്ടൽ ടെറിട്ടറിയുടെ മോർ ദാൻ 40% എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരൊറ്റ പ്രദേശമാണ്. പക്ഷേ പാകിസ്ഥാനിലെ ഏറ്റവും ലീസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിൻസും അല്ലെങ്കിൽ ലീസ്റ്റ്ലി ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിൻസും ബലൂചിസ്ഥാനാണ്. കാരണം ബലൂചിസ്ഥാനിലെ മെജോറിറ്റി ഏരിയാസും ഒരു പ്ലേറ്റു റീജിയനാണ് പ്രധാനമായിട്ടും. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്ട്രീം ഡെസേർട്ടിക് ക്ലൈമറ്റ് കണ്ടീഷൻ ഉള്ളതാണ്. അവിടെ എയറബിൾ ലാൻഡ്, അതായത് കുടിവെള്ളം ലഭ്യമായിട്ടുള്ള കൃഷി ചെയ്യാൻ പറ്റുന്ന ലാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 5% താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ പോപ്പുലേഷൻ വളരെ സ്പേസ്ലി പോപ്പുലേറ്റഡ് ആണ്, റഗ്ഗഡ് ആയിട്ടുള്ള ടെറൈനാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ വളരെ കുറവാണെന്ന് മനസ്സിലാക്കുക. ഇവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ബലൂചിസ്ഥാനിൽ വളരെ കുറച്ച് സിറ്റീസ് മാത്രമേ ഉള്ളൂ. അതിൽ അവരുടെ ഏറ്റവും വലിയ സിറ്റിയും അവരുടെ ക്യാപിറ്റലും കൊത്ത എന്ന് പറയുന്നതാണ്. ഇനി ബലൂചിസ്ഥാനിന് ഇവരുടെ അതിർത്തി നോക്കിക്കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ്റെ ഈസ്റ്റേൺ സൈഡിലായിട്ട് സിന്ധ് എന്ന് പറയുന്ന പാകിസ്ഥാൻ പ്രൊവിൻസായിട്ടാണ് അവർ അതിർത്തി പങ്കിടുന്നത്. അവരുടെ നോർത്ത് ഈസ്റ്റായിട്ട് പഞ്ചാബ് ഉണ്ട്. അതുപോലെ തന്നെ
നോർത്തും നോർത്ത് ഈസ്റ്റുമായിട്ട് ഹൈബർ പഷ്തൂൺഖ്വ പ്രൊവിൻസ് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ് ഉണ്ട്. പണ്ട് ഈ ഹൈബർ പഷ്തൂൺഖ്വ പ്രൊവിൻസിൻ്റെ ഈ ഒരു പ്രദേശങ്ങൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഫത്ത എന്നായിരുന്നു, ഫെഡറലി അഡ്മിനിസ്ട്രേറ്റഡ് ട്രൈബൽ ഏരിയ എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഹൈബർ പഷ്തൂൺഖ്വ പ്രൊവിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവരുടെ നോർത്തും നോർത്ത് വെസ്റ്റുമായിട്ട് അഫ്ഗാനിസ്ഥാനുണ്ട്, വെസ്റ്റേൺ സൈഡിലായിട്ട് ഇറാനുണ്ട്, സദേൺ സൈഡിലായിട്ട് അറേബ്യൻ സീ ഉണ്ട്. അപ്പോൾ ഈ അറേബ്യൻ സീയുമായിട്ട് ഈ പാകിസ്ഥാൻ്റെ അറേബ്യൻ സീയുമായിട്ടുള്ള കോസ്റ്റൽ ഏരിയയിൽ ഒരു 60% കൂടുതലും ബലൂചിസ്ഥാനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ബലൂചിസ്ഥാൻ്റെ ഏറ്റവും ഈസ്റ്റേൺ എക്സ്ട്രീമിറ്റിയിൽ വരുന്ന അറേബ്യൻ സീയായിട്ട് അടുത്ത് കിടക്കുന്നൊരു ബേ റീജിയനാണ് മിയാനി ബേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബലൂചിസ്ഥാന് നമ്മുടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മളെപ്പോഴും ന്യൂസിൽ കേൾക്കാറുള്ളത്, ബലൂചിസ്ഥാനിൽ ഈ ഗൾഫ് ഓഫ് ഒമാൻ്റെ അടുത്തായിട്ട് ഒരു സീ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡീപ്പ് സീ പോർട്ടായിട്ടാണ് അറിയപ്പെടുന്നത്. അതാണ് ഗ്വാദർ പോർട്ട് എന്ന് പറയുന്നത്. സോ ഈ ഗ്വാദർ പോർട്ട് ചൈനയാണ് അതിനെ മോഡേണൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ചൈനയാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.